കഴിഞ്ഞ ദിവസം റിലീസായ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന സിനിമയുടെ ജംഗിൾ പൊളിയായിരിക്കുകയാണ്. സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററുകളിൽ പ്രേക്ഷകർക്കിടയിൽ നിന്ന് ലഭിക്കുന്നതെങ്കിലും ആദ്യ 48 മണിക്കൂർ പോലും വേണ്ടി വന്നില്ല എമ്പുരാനെ 100 കോടി ക്ലബിൽ കയറാൻ. കേരള ബോക്സ് ഓഫീസിലും സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ് ലഭിക്കുന്നത്. പല തിയേറ്ററുകളിലും മാരത്തോൺ ഷോകളാണ് സംഘടിപ്പിക്കുന്നത് എന്നാണ് വിവരം. ഫ്രണ്ട്സ്, പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമല്ലോ. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൻ്റെ എമ്പുരാൻ ചരിത്രം സൃഷ്ടിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. റിലീസ് ചെയ്ത് 48 മണിക്കൂർ പിന്നീട് മുൻപേ തന്നെ 100 കോടി ക്ലബിൽ ചിത്രം ഇടം നേടി. മോഹൻലാൽ ഉൾപ്പെടെയുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ കാര്യം അറിയിച്ചത്. കേരള ബോക്സ് ഓഫീസിലും സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ് ലഭിക്കുന്നത്. പല തിയേറ്ററുകളിലും മാരത്തോൺ ഷോകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യ ദിവസം പോലെ തന്നെ രണ്ടാം ദിനവും എല്ലായിടത്തും തിരക്കേറുന്നുണ്ട്. കണക്കുകൾ പ്രകാരം ചിത്രം രണ്ടാം ദിനത്തിൽ കേരളത്തിൽ നിന്ന് ഇതുവരെ നേടിയത് 7.06 കോടി രൂപയാണ്. ഇത് ഇനിയും കൂടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തുടർച്ചയായി 2 ദിവസം കൂടി സിനിമയുടെ കളക്ഷൻ 10 കോടിക്ക് മുകളിലാകും. ചിത്രം ആദ്യ ദിവസം തന്നെ 14 കോടി കേരളത്തിൽ നിന്ന് മാത്രം നേടിയെന്നാണ് ട്രാക്കർമാർ സൂചിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ 65 കോടി രൂപയാണ് സിനിമയുടെ ഓപ്പണിംഗ് ഡേ കളക്ഷൻ. ഇതും മലയാള സിനിമയിലെ ചരിത്രമാണ്. ആദ്യ ഭാഗമായ ലൂസിഫറിലെ പോലെ സ്ലോ പേസിൽ മികച്ച കെട്ടുറപ്പോടെയാണ് എമ്പുരാന്റെ തിരക്കഥയും മുരളി ഗോപി ഒരുക്കിയിട്ടുള്ളത് എന്നാണ് പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നത്. പൃഥ്വിരാജിന്റെ സംവിധാന മികവ് മലയാള സിനിമയുടെ തന്നെ നിലവാരം ഉയർത്തിയിരിക്കുമെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന പല കമന്റുകളും. മോഹൻലാലിന്റെ ഇൻട്രോയും വരുന്ന സീനുകളിലെ സ്ക്രീൻ പ്രസൻസും ആവേശത്തിലാഴ്ത്തുന്ന അനുഭവമാണെന്ന് കുറിക്കുന്നവരും ഏറെയാണ്. വമ്പൻ സിനിമാ നിർമ്മാണ വിതരണ കമ്പനിയായ ഹൊംബാല ഫിലിംസ് ചിത്രത്തിന്റെ കർണാടക ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നു. ദിൽരാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് ചിത്രം ആന്ധ്ര തെലുങ്കാന സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുമ്പോൾ അനിൽ തടാനി നേതൃത്വം നൽകുന്ന AA ഫിലിംസ് ആണ് നോർത്ത് ഇന്ത്യയിൽ ചിത്രം എത്തിക്കുന്നത്. കേരളത്തിൽ ആശീർവാദും തമിഴ്നാട്ടിൽ ഗോകുലം മൂവീസുമാണ് ചിത്രം വിതരണം നടത്തുന്നത്. ഏതായാലും മികച്ച റെക്കോർഡുകൾ തൂക്കി എമ്പുരാന്റെ ജൈത്രയാത്ര തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.